ആദ്യം നമുക്കൊരു ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കാം. ഗ്രാനി സ്ക്വയർ നമുക്ക് ഏത് കളേഴ്സിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഒരു കളേഴ്സിലാണെങ്കിൽ ഒരു കളറിലാണെങ്കിൽ ഒരു കളറിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ 4 കളേഴ്സിൽ വേണമെങ്കിൽ 4 കളേഴ്സിൽ ചെയ്യാം. ഞാനിവിടെ 4 കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ 4 പ്ലേ ആണ്, ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പേഴ്സും ഗ്രാനി സ്ക്വയർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോട്ടൺ യാൺ തന്നെ യൂസ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. എന്താ വെച്ചാൽ ആ കോട്ടൺ യാൺ ആകുമ്പോൾ തൊപ്പ പൊന്തൊന്നുമില്ല. മറ്റേത് ഇങ്ങനെ തൊപ്പ പൊന്തി നമുക്ക് ആ ഒരു വൃത്തികേടായി നിൽക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. 4 പ്ലേ ആണ് ആയതുകൊണ്ട് ഞാൻ 2.5 mm ഓഫ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. പിന്നെ ഈ റണ്ണിങ് ആണ് ടൈലൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് റണ്ണിങ് ആണിനെ ഇങ്ങനെ ക്രോസ് ആക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ആണ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ റണ്ണിങ് ആണ് ഇതിനടിയിലേക്ക് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു റണ്ണിങ് ആണിനെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റണ്ണിങ് ആണിനെ ഇങ്ങനെ പിടിക്കുക. അതിന് ശേഷം ഇവിടെ ഈ 2 യാണ് കൂടുന്ന ഭാഗത്തുണ്ടല്ലോ അവിടെയും പിടിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനും നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 2 സ്റ്റിച്ചായി. എന്നാൽ 3ാമത്തെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ 16 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. 3 ചെയിന് നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ 15 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച് ചെയ്തു. ഇൻക്ലൂഡഡ് ബൈ 3 ചെയിൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3 സ്റ്റിച്ചായി. 4ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സെൻറ്ററിൽ ചെയ്യുക. 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ നമ്മൾ ഇവിടെ 16 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 15 ഡബിൾ ക്രോഷ്യയും 3 ചെയിനും, അങ്ങനെ ടോട്ടൽ 16 സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടൈലൻഡ് ഈ ടൈലൻഡ് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഈ ഒരു സെൻറ്ററിലുള്ള ആ ഒരു ഹോള് റിമൂവ് ആയി കിട്ടും. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ 3 ചെയിനിലല്ല, ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സെയിം കളർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ 1 ചെയ്യാം. അതിനുശേഷം നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതാ ഹുക്ക് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഈ ഒരു ടൈലൻഡ് അധികം എടുത്തതുകൊണ്ട് അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ നല്ല സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ തന്നെ ആക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത്
ഇതാ ഇവിടെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നുണ്ടല്ലോ, ആ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നമ്മൾ അടുത്ത കളറ് യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. യെല്ലോ കളറ് യാണ് എടുക്കുക. അതിന് ശേഷം കുറച്ച് ടൈലൻഡ് എടുത്തിട്ട് ഇതാ ഈ ടൈലൻഡ് ഇവിടെ ഈ ഫിംഗറിനെ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. ഇനി ഇവിടുന്ന് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാണോ ചെയ്യുക, ഈ ഇപ്പോൾ എടുത്തിട്ടുള്ള സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോവർ ചെയ്യുക, സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 4 5 5 കിട്ടും. യാണോവർ ചെയ്യുക, സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 4 5 6 7 7 ലൂപ്പ് കിട്ടും. എന്നിട്ട് എന്തോന്നിങ്ങനെ ഒരേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ യാണിങ്ങനെ ഹുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ഭാഗം ഇങ്ങനെ വരണം, അങ്ങനെ ആക്കി കൊടുക്കുക. അതിന് ശേഷം യാണോവർ ചെയ്തിട്ട് ഈ ഒരു 7 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു പഫ് സ്റ്റിച്ച് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ യാണോവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതാ നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ ഒരു യെല്ലോ കളർ യാണുണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ തന്നെ ഈ ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, സെയിം സ്പേസിൽ കൂടെ ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ സെയിം സ്പേസിൽ കൂടെ വീണ്ടും വലിക്കുക. അപ്പോൾ ഹുക്കിൽ 1 2 3 4 5 6 7 7 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഇങ്ങനെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഈ 7 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ടൈലൻഡ് ഈ ടൈലൻഡ് ഇതേപോലെ പിടിച്ച് ബാക്കോട്ടേക്ക് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, സെയിം സ്പേസ് കൂടെ യാണോവർ ചെയ്ത് ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഇൻസേർട്ട് ചെയ്തിട്ട് അപ്പോൾ 5 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, സെയിം സ്പേസ് കൂടെ ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 7 ലൂപ്പ് കിട്ടുന്നുണ്ടോ നോക്കുക. 7 ലൂപ്പ് കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഹുക്കിനെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ ഒരു ലൂപ്പൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ 7 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അതിന് ശേഷം നമുക്കൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ 16 ചെയിനിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 ചെയിനിലും നമ്മൾ ചെയ്തു. വീണ്ടും യാണോവർ ചെയ്യുക, ഈ ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, സെയിം സ്പേസിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 5 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, സെയിം സ്പേസിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 7 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 7 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. വീണ്ടും ചെയിൻ 1 ചെയ്യുക. വീണ്ടും അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ 3 പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ 3 പ്രാവശ്യം യാണോവർ ചെയ്ത് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണോവർ ചെയ്ത് മുകളിലേക്ക് വലിക്കുമ്പോൾ 7 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ ഈ 7 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. പിന്നെ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഇതിൽ മുഴുവൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചുറ്റിലും നമുക്ക് ചെയ്യുക. ചുറ്റിലും ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര 16 പഫ് സ്റ്റിച്ച് ഇങ്ങനത്തെ പോലത്തുള്ള പഫ് സ്റ്റിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ 16 ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ ചുറ്റിലും പഫ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 എന്താണ് പഫ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ 16 കിട്ടിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ, ഇത് 3 ചെയിനല്ല, ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും.
ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യാണൊന്ന് വലിച്ച് ടൈറ്റാക്കുക. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലവർ പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഓരോ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ചെയിൻ 1 ചെയ്തിട്ടുള്ള ഓരോ പെറ്റലിൻ്റെ സ്പേസിലേക്കാണ്, ഈ ഇതിലല്ല, ടോപ്പിലല്ല, ഈ സ്പേസിൽ, ഈ ഒരു പെറ്റൽ കഴിഞ്ഞിട്ട് ഈ പെറ്റലിൻ്റെ സ്പേസിൽ, ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഞാനിവിടെ റെഡ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. റെഡ് കളർ യാണ് ആഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ടൈലൻ്റ് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാണോ ചെയ്യുക, ഈ സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോ ചെയ്യുക, ഈ സെയിം സ്പേസിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ സ്പേസിലും നമുക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 ചെയിൻ ചെയ്യുക. വീണ്ടും യാണോ ചെയ്യുക. ഈ നെക്സ്റ്റ് സ്പേസിലാണ്, നെക്സ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഈ സ്പേസിലേക്ക് 2 ചെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്പേസിലേക്ക് യാണോ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോ ചെയ്യുക, ഈ സെയിം സ്പേസിലൂടെ ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, സെയിം സ്പേസിലൂടെ ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പെറ്റിൽ 3 ചെയിൻ ചെയ്തതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു പെറ്റിൽ പോലെയാണ് നമ്മൾ, സെക്കൻഡ് പെറ്റിൽ പോലെയാണ് നമ്മൾ ചുറ്റിലും ചെയ്യേണ്ടത് കേട്ടോ. ഒന്നുകൂടി കാണിക്കുക. ചെയിൻ 2 ചെയ്യുക. യാണോ ചെയ്യുക, അടുത്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോ ചെയ്യുക, സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മൾ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാണോ ചെയ്യുക, സെയിം സ്പേസിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണോ ചെയ്ത് ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 5 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 4 ലൂപ്പ് ഉണ്ടാവും. യാണോ ചെയ്ത് ഈ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പെറ്റിൽ കിട്ടി. അപ്പം സ്റ്റാർട്ടിങ്ങിൽ മാത്രം ചെറിയൊരു ഇതുണ്ട്, ബാക്കി എല്ലാത്തിലും സെയിം തന്നെയാണ്. വീണ്ടും 2 ചെയിൻ ചെയ്യുക. യാണോ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. നമ്മൾ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോ ചെയ്യുക, സെക്കൻഡ് ടൈം. അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ യാണോ ചെയ്ത് ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. തേർഡ് ടൈമും യാണോ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണോ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 5 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 4 ലൂപ്പ് ഉണ്ടാവും. 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എഴുതി വെച്ചിട്ട് സ്റ്റിച്ചസ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. നമ്മൾ ഈ ഓരോ പെറ്റിൽ കഴിഞ്ഞാലും 2 ചെയിൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
അതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു സെയിം സ്പേസിലേക്ക് 3 പ്രാവശ്യം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. 3 പ്രാവശ്യം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ കൂടെ എങ്ങനെ ചെയ്താൽ ബാലൻസ് ലാസ്റ്റിൽ നമുക്ക് 4 ലൂപ്പ് കിട്ടണം. അതിന് ശേഷം മാത്രം നമ്മൾ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 ചെയിൻ ചെയ്യുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ചതിന് ശേഷം എഴുതി വെച്ചതോ അതുപോലെ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഈ തെറ്റില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. ബിഗിനേഴ്സ് ആണെങ്കിൽ, അല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിവിടെ ചുറ്റിലും ഈ ഒരു റെഡിനെ കൊണ്ട് പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും എത്ര പെറ്റൽസ് കിട്ടി നോക്കണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ 16 എണ്ണം കിട്ടണം കേട്ടോ. അല്ലാതെ നമ്മളത് 15 14 ഒക്കെ ആയി അല്ലെങ്കിൽ 17 ഒക്കെ ആയി പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ക്വയർ ചെയ്യുമ്പോൾ ഗ്രാൻഡ് സ്ക്വയർ ആക്കി ചെയ്യുമ്പോൾ അത് നമുക്ക് നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ടിലും ഇത് കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യാം. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഇങ്ങനെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, ആണ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു യാൺ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ചതുകൊണ്ട് ഈ യെല്ലോ യാണോ മറ്റേ യാണോ എന്നിങ്ങനെ കാണുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് അതിൻ്റെ കൂടെ ഹൈഡാക്കി ചെയ്യുന്നതുകൊണ്ട് അത് വൃത്തികേടില്ലാതെ അവിടെ കിടക്കും. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു സ്പേസിലാണ് കേട്ടോ, ഈ എല്ലാ സ്പേസിലുമാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതാ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബേസ് കളർ യാണാണ് നമ്മൾ ബേസിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് യാൺ എടുക്കുക, ടൈലിൻ്റെ അധികം എടുക്കുക, എന്നിട്ട് യാണിങ്ങനെ ഈ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതാ യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഈ സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ 3 ചെയിൻ നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ബാലൻസ് നമുക്ക് ബാക്കി നമ്മൾ 2 DCയും ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ ഒരു സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3rd ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഇതിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ 3 സ്പേസിലും ഒരു സ്പേസിലും സെക്കൻഡ് സ്പേസിലും 3rd സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 4th സ്പേസാണ്. ഇവിടെ നമ്മൾ കോർണർ ഉണ്ടാക്കാൻ പോവുകയാണ്. യാൺ ഓവർ ചെയ്യുക, ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയിൻ 2 ചെയ്യാം. കോർണറിൽ മാത്രമാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക കേട്ടോ, ഞാൻ 2 അല്ല, ചെയിൻ 1 ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ 6 സ്റ്റിച്ചസ് ചെയ്യുന്നുണ്ട്, 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെയിൻ 1ഉം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ, 3rd സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ,
ഫോർത്ത് സ്പേസിൽ 6 സ്റ്റിച്ചസ് ചെയ്തു. നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററിലായിട്ട്, സെൻറ്റർ എന്ന് പറയുമ്പോൾ 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഈ ചെയിൻ 1 ചെയ്ത് അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും നമ്മൾ അടുത്ത 3 സ്പേസിൽ 1 2 3 ഈ 3 സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് ചെയ്യുക. സെയിം സ്പേസിൽ തേർഡ് വണ്ണും ചെയ്യുക. ഇനി നമ്മൾ ഇതാ അടുത്ത സ്പേസിൽ നമ്മൾ സെക്കൻഡ് സ്പേസാണ്, കോർണർ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്പേസിലും 1 2 3 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി തേർഡ് സ്പേസാണ്, തേർഡ് സ്പേസിലും 1 2 3 തേർഡ് സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. കോർണർ കഴിഞ്ഞിട്ട് 3 സ്പേസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മളിതാ 4ാമത്തെ സ്പേസിൽ കോർണറാണ്, നമ്മൾ സെക്കൻഡ് കോർണർ നമ്മൾ ഉണ്ടാക്കുകയാണ്. സെക്കൻഡ് കോർണർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 4ാമത്തെ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യം 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സെക്കൻഡ് കോർണർ കിട്ടും. 1 2 3. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കോർണറിൽ സെക്കൻഡ് കോർണർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ചെയിൻ കഴിഞ്ഞിട്ടുള്ള അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചെയിൻ 1 ചെയ്തിട്ടുള്ള അവിടെ നമുക്ക് സെക്കൻഡ് കോർണറിൻ്റെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത 3 സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഫസ്റ്റ് സ്പേസിൽ കോർണർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. ഇനി നമ്മൾ സെക്കൻഡ് സ്പേസിൽ കോർണർ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. കോർണർ കഴിഞ്ഞ് ഫസ്റ്റ് സ്പേസ് സെക്കൻഡ് സ്പേസ്. ഇനി തേർഡ് സ്പേസിൽ 3ാമത്തെ സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ 4ാമത്തെ സ്പേസാണ്. 4ാമത്തെ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോർണർ ടേൺ ചെയ്യാനുള്ള സ്പേസാണ്. അപ്പോൾ 3ാമത്തെ കോർണറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 4ാമത്തെ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പോൾ അത് നമ്മളെ തേർഡ് കോർണറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോർണർ, ഇത് സെക്കൻഡ് കോർണർ. ഇനി തേർഡ് കോർണറിലും നമുക്ക് 3 ചെയിൻ ചെയ്ത് ചെയിൻ 1 ചെയ്തിട്ടുള്ള ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് 3 സ്പേസിലും 3 ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. കോർണർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്പേസിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്പേസിലും അപ്പോൾ നമ്മൾ ഈ ഒരു ടൈലൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ടൈലൻഡ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈലൻഡ് നിങ്ങൾ വർക്ക് ചെയ്ത് വരുമ്പോൾ അവിടെ കാണുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഹൈഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. തേർഡ് സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 3 സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതുപോലെ നമ്മളിതാ നോക്കുമ്പോൾ നമുക്ക് 3 കോർണറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പേസാണ് ബാക്കിയുള്ളത്. ഈ ഒരു സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 4th കോർണർ ഉണ്ടാക്കണം. 4th കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. ഇനി നമുക്ക് 3 ചെയിൻ കഴിഞ്ഞിട്ട് 3 DC കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്യൂലേ, അവിടെ നമുക്ക് വീണ്ടും നമ്മളെ 4th സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത DCയുടെ 3 ചെയിനല്ലേ, ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യാം. ഇതിന് നിങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതാ നമുക്കിപ്പം നമ്മളൊരു ഗ്രാനി സ്ക്വയർ മാത്രം ചെയ്തെടുക്കുന്നുള്ളൂ. ഇതാ നമുക്കിവിടെ നമ്മളെ ഗ്രാനി സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. 4 കോർണർ കിട്ടിയിട്ടുണ്ട്. 4 കോർണറിലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 DC വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഗ്രാനി സ്ക്വയറിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. എവിടെയെങ്കിലും സ്റ്റിച്ചസ് മിസ്സായി പോവുക, ഇൻക്രീസ് ആവുക ഡിക്രീസ് ആവുക ഒക്കെ ചെയ്താലും ഈ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടൂല കേട്ടോ.